Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. ഇന്നത്തെ കഥയുടെ തലക്കെട്ട് ദ ടു ഫ്രോഗ്സ്, രണ്ട് തവളകൾ. ഇതാണ് കഥയുടെ തലക്കെട്ട്. ഈ കഥയിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായും പുതിയ വാക്കുകളോ പുതിയ പ്രയോഗങ്ങളോ പഠിക്കാനായിട്ട് സാധിച്ചേക്കും. വൺസ് അപ്പോൺ എ ടൈം ഇൻ എ ബ്യൂട്ടിഫുൾ ഫോറസ്റ്റ്. വൺസ് അപ്പോൺ എ ടൈം, പണ്ടൊരിക്കൽ, ഇൻ എ ബ്യൂട്ടിഫുൾ ഫോറസ്റ്റ്, ഒരു മനോഹരമായ കാട്ടിനുള്ളിൽ, ദർ വേർ ഗ്രൂപ്പ് ഓഫ് ഫ്രോഗ്സ് ലിവിങ് ഇൻ എ വാസ്റ്റ് പോണ്ട്. ദർ വേർ എന്നാൽ ഉണ്ടായിരുന്നു, ഗ്രൂപ്പ് ഓഫ് ഫ്രോഗ്സ് ഒരു കൂട്ടം തവളകൾ, ലിവിങ് ഇൻ എ വാസ്റ്റ് പോണ്ട്. വാസ്റ്റ് എന്നാൽ വലിയ എന്നുള്ള അർത്ഥമാണ്, വിശാലമായ, ഇതൊക്കെയാണ് അർത്ഥം. പോണ്ട് എന്നാൽ തടാകം. എന്താണ്? പണ്ടൊരിക്കൽ ഒരു കാട്ടിനുള്ളിൽ, ഒരു തടാകത്തിനുള്ളിൽ ഒരു കൂട്ടം തവളകൾ ജീവിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ജീവിച്ചിരുന്നു. വൺ ഡേ, ഒരു ദിവസം, ദേ ഡിസൈഡഡ്, അവർ തീരുമാനിച്ചു, ടു ട്രാവൽ ത്രൂ ദ വുഡ്സ്. വുഡ്സ് എന്നാൽ ഇവിടെ കാടുകൾ എന്നുള്ള അർത്ഥമാണ്. ത്രൂ എന്നാൽ അതിലൂടെ, എന്താണ്? ആ കാടിനുള്ളിലൂടെ, കാടുകൾക്കുള്ളിലൂടെ സഞ്ചരിക്കാൻ ഒരു ദിവസം അവർ തീരുമാനിച്ചു, ആ തവളകൾ. ഓൾ ഓഫ് സഡൻ, പെട്ടെന്ന്, ഇറ്റ് ഹാപ്പൻഡ് ദാറ്റ്, അത് സംഭവിച്ചു, ടു ഓഫ് ദ ഫ്രോഗ്സ്, തവളകളിൽ രണ്ടു തവളകൾ, ഫെൽ ഇൻ എ ഡീപ്പ് പിറ്റ്. പിറ്റ് എന്നാൽ കുഴി, ഡീപ്പ് എന്നാൽ ആഴമുള്ള, ഫെൽ എന്നാൽ വീണു. എന്താണ്? ആ തവളകളിൽ രണ്ട് തവളകൾ ആഴമുള്ള ഒരു കുഴിയിലേക്ക് വീണു. ദ അതർ കമ്പാനിയൻ ഫ്രോഗ്സ്. കമ്പാനിയൻ എന്നാൽ സഹയാത്രികൻ എന്നുള്ള അർത്ഥമാണ്. സഹയാത്രികരായിട്ടുള്ള തവളകൾ എന്താണ്? ഗ്യാതേർഡ് എന്നാൽ ഒരുമിച്ച് കൂടി. അതർ എന്നാൽ മറ്റുള്ള, അതർ കമ്പാനിയൻ ഫ്രോഗ്സ്, മറ്റുള്ള സഹയാത്രികരായിട്ടുള്ള കൂട്ടാളികളായിട്ടുള്ള തവളകൾ, ഗ്യാതേർഡ് ഒരുമിച്ച് കൂടി. എറൗണ്ട് ദ പിറ്റ്, എറൗണ്ട് എന്നാൽ ചുറ്റുപാടും എന്നുള്ള അർത്ഥമാണ്. എറൗണ്ട് ദ പിറ്റ്, ആ കുഴിന് ചുറ്റുപാടുമായിട്ട് മറ്റുള്ള തവളകൾ ഒരുമിച്ച് കൂടി. ആൻഡ് സോ, കണ്ടു, എന്താണ്? ഒരുമിച്ച് കൂടി അവർ കണ്ടു, ഹൗ ഡീപ്പ് ദ പിറ്റ് വാസ്, ആ കുഴി എത്രമാത്രം ആഴമുള്ളതാണ് എന്ന് അവർ കണ്ടു. ആഫ്റ്റർ സീയിങ് ഹൗ ഡീപ്പ് ദ പിറ്റ് വാസ്, ആഫ്റ്റർ സീയിങ് കണ്ടതിന് ശേഷം, ഹൗ ഡീപ്പ് ദ പിറ്റ് വാസ്, ആ കുഴി എത്രമാത്രം ആഴമുള്ളതാണ് എന്ന് കണ്ടതിന് ശേഷം, ദേ ലോസ്റ്റ്, അവർക്ക് നഷ്ടപ്പെട്ടു, ഓൾ ഹോപ്പ്, എല്ലാ പ്രതീക്ഷകളും അവർക്ക് നഷ്ടപ്പെട്ടു. അവർ ആ കുഴി എത്രമാത്രം ആഴമുള്ളതാണെന്ന് കണ്ടതിന് ശേഷം. ഫോർ ദെയർ ഫ്രണ്ട്സ്, അവരുടെ സുഹൃത്തുക്കൾക്ക്, ഹൂ ഹാഡ് ഫോളൻ ഇൻറ്റു ഇറ്റ്, അതിനുള്ളിലേക്ക് വീണിട്ടുണ്ടായിരുന്ന അവരുടെ സുഹൃത്തുക്കളുടെ മേലിലുണ്ടായിരുന്ന പ്രതീക്ഷ എന്താണ്? അവർക്ക് നഷ്ടപ്പെട്ടു. ദേ സ്റ്റാർട്ടഡ് യെല്ലിങ്. യെല്ലിങ് എന്നാൽ ഇവിടെ അർത്ഥം നിലവിളി, മോങ്ങൽ, ഇതൊക്കെയാണ് അർത്ഥം. അവർ നിലവിളിക്കാൻ ആരംഭിച്ചു. ദിസ് പിറ്റ് ഈസ് ടു ഡീപ്പ്, ഈ കുഴി വളരെ അധികം ആഴമുള്ളതാണ്. യു കാണ്ട് കം ഔട്ട് ഓഫ് ഇറ്റ്, നിങ്ങൾക്ക് അതിൽ നിന്നും പുറത്തേക്ക് വരാൻ സാധിക്കുകയില്ല. യു കാണ്ട് കം ഔട്ട് ഓഫ് ഇറ്റ് എന്നാൽ നിങ്ങൾക്ക് അതിൽ നിന്നും പുറത്തേക്ക് വരാൻ സാധിക്കുകയില്ല. ഹവവർ എന്നാൽ, ദ ടു ഫ്രോഗ്സ്, രണ്ട് തവളകളും, ഡിസൈഡഡ് തീരുമാനിച്ചു, ആ കുഴിയിൽ അകപ്പെട്ടിട്ടുണ്ടായിരുന്ന രണ്ട് തവളകളും തീരുമാനിച്ചു, ടു ഇഗ്നോർ ദ ഡിസ്കറേജിങ് ഷൗട്ട്സ് ഫ്രം എബോവ്. ഷൗട്ട് എന്നാൽ ഉച്ചത്തിലുള്ള വിളി എന്നുള്ള അർത്ഥമുണ്ട്. ഓക്കെ. ഡിസ്കറേജിങ് എന്നാൽ നിരുത്സാഹപ്പെടുത്തൽ, അധൈര്യപ്പെടുത്തുക, ഇതൊക്കെയാണ് അർത്ഥം. എന്താണ്? ആ അധൈര്യപ്പെടുത്തുന്ന വാക്കെന്താണ്? ആ ആക്രോശത്തെ അവർ ഇഗ്നോർ എന്നാൽ അവഗണിച്ചു. ഫ്രം ദ എബോ എന്നാൽ മുകളിൽ നിന്നുമുള്ള ആ സുഹൃത്തുക്കളായിട്ടുള്ള മറ്റുള്ള തവളകളുടെ ആ നിലവിളിയെ, എന്താണ്? ആ അധൈര്യപ്പെടുത്തുന്നതിനെ, നിരുത്സാഹപ്പെടുത്തുന്നതിനെ അവർ അവഗണിച്ചു. ഡിസൈഡഡ് ടു ഇഗ്നോർ എന്നാൽ അവഗണിക്കാൻ തീരുമാനിച്ചു. ഓക്കെ. ആൻഡ് ട്രൈ ടു ജമ്പ് ഔട്ട് ഓഫ് ഇറ്റ്, ട്രൈ എന്നാൽ ശ്രമിച്ചു, ട്രൈ ടു ജമ്പ് ചാടാൻ ശ്രമിച്ചു, ഔട്ട് ഓഫ് ദ പിറ്റ്, ആ കുഴിയിൽ നിന്നും പുറത്തേക്ക് ചാടാൻ ശ്രമിച്ചു. ഈവൻ ദോ ദ ഫ്രോഗ്സ് ഇൻ ദ പിറ്റ് വേർ ട്രൈയിങ് ഹാർഡ് ടു ഗെറ്റ് ഔട്ട്. ഈവൻ ദോ എന്നാൽ എങ്കിലും എന്നുള്ള അർത്ഥമാണ്. ദ ഫ്രോഗ്സ് ഇൻ ദ പിറ്റ്, ആ കുഴിയിലുള്ള തവളകൾ എന്താണ്? വേർ ട്രൈയിങ് ശ്രമിക്കുകയായിരുന്നു,
ഹാർഡ് ടു ഗെറ്റ് ഔട്ട് എന്താണ് പുറത്തേക്ക് കടക്കാൻ വളരെ കഠിനമായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ദ വൺസ് ഔട്ട്സൈഡ് കെപ്റ്റ് ടെല്ലിങ് ദം ടു ഗിവ് അപ്പ്, സേയിങ് തിങ്സ് യു കാണ്ട് കം ഔട്ട് ആൻഡ് ഗിവ് അപ്പ് ഓൺ യുവർ എഫേർട്സ്. എങ്കിലും എന്താണ് ആ തവളകൾ ശ്രമിക്കുകയായിരുന്നു പുറത്തേക്ക് കടക്കാൻ. എന്താണ് ദ വൺസ് ഔട്ട്സൈഡ്, ആ പുറത്തുള്ള തവളകൾ എന്താണ് കെപ്റ്റ് ടെല്ലിങ് എന്നാൽ പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നുള്ള അർത്ഥമാണ്. ദം അവരോട്, ആ രണ്ട് തവളകളോട്. ടു ഗിവ് അപ്പ് കീഴടങ്ങാൻ, സേയിങ് തിങ്സ് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, യു കാണ്ട് കം ഔട്ട് നിങ്ങൾക്ക് പുറത്തേക്ക് കടക്കാൻ സാധിക്കുകയില്ല, ആൻഡ് ഗീവ് അപ്പ് ഓൺ യുവർ എഫേർട്സ് എന്നാൽ ഇവിടെ പരിശ്രമങ്ങൾ എന്നുള്ള അർത്ഥമാണ്. നിങ്ങളുടെ ഗിവ് അപ്പ് എന്നാൽ ഇവിടെ ഈ ഗിവ് അപ്പിന് ഉപേക്ഷിക്കുക എന്നുള്ള അർത്ഥമാണ്. എന്താണ് നിങ്ങൾക്ക് പുറത്തേക്ക് കടക്കാൻ സാധിക്കുകയില്ല, അതുകൊണ്ടെന്താണ് നിങ്ങൾ ഉപേക്ഷിക്കുക യുവർ എഫേർട്സ് നിങ്ങളുടെ പ്രയത്നം, ആ പുറത്തേക്ക് കടക്കാനുള്ള പ്രയത്നങ്ങൾ നിങ്ങൾ എന്താണ് ഉപേക്ഷിക്കുക. അത് പറഞ്ഞെങ്കിലും എന്താണ് ഓൾദോ എങ്കിലും എന്താണ് ആ തവളകൾ പുറത്തേക്ക് കടക്കാൻ കഠിനമായിട്ട് പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഡിസ്പൈറ്റ് ദയർ എഫേർട്സ് അവരുടെ കഠിനമായിട്ടുള്ള പരിശ്രമങ്ങൾ ഉണ്ടായിട്ടും, ഡിസ്പൈറ്റ് എന്നാൽ എന്നിട്ടും എന്നുള്ള അർത്ഥമാണ്. ഡിസ്പൈറ്റ് ദയർ എഫേർട്സ് അവരുടെ കഠിനമായിട്ടുള്ള പരിശ്രമങ്ങൾ ഉണ്ടായിട്ടും, വൺ ഓഫ് ദ ഫ്രോഗ്സ് ലിസൺ ടു ദ ഡിസ്കറേജിങ് ഷൗട്ട്സ്. വൺ ഓഫ് ദ ഫ്രോഗ്സ് തവളകളിൽ ഒരു തവള, ആ രണ്ട് തവളകളിൽ ഒരു തവള, ലിസൺ എന്നാൽ കേട്ടു, ടു ദ ഡിസ്കറേജിങ് ഷൗട്ട് ആ അധൈര്യപ്പെടുത്തുന്ന നിരുത്സാഹപ്പെടുത്തുന്ന ആ എന്താണ് ശബ്ദം എന്താണ് ആ രണ്ട് തവളകളിൽ ഒരു തവള കേട്ടു. ഫ്രം ദ അതേഴ്സ് ആൻഡ് ഇവഞ്ച്വലി ഗേവ് അപ്പ്. ഫ്രം ദ അതേഴ്സ് എന്നാൽ മറ്റുള്ളവരുടെ അടുക്കൽ നിന്നും എന്താണ് പറയുന്ന ആ വാക്ക് ഈ തവള കേട്ടു. ആൻഡ് ഇവഞ്ച്വലി എന്നാൽ അത്യന്തം അവസാനമായി എന്നുള്ള അർത്ഥമാണ്. ഗേവ് അപ്പ് എന്നാൽ കീഴടങ്ങുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അതിൻ്റെ പാസ്റ്റാണ് ഗേവ് അപ്പ് അല്ലെങ്കിൽ ഉപേക്ഷിച്ചു. എന്താണ് ആ പുറത്തേക്ക് കടക്കാനുള്ള ശ്രമം എന്താണ് അവസാനം. തവളകളിൽ ഒരു തവള എന്താണ് ആ ശ്രമം ഉപേക്ഷിച്ചു. ഫോളിങ് ഡൗൺ ടു ഹിസ് ഡെത്ത് അങ്ങനെ എന്താണ് മരണം കാത്തുകൊണ്ട് താഴേക്ക് വീണു, ഇവിടെ കിടന്ന് മരിക്കാൻ തീരുമാനിച്ചു. ദ അതർ ഫ്രോഗ് മറ്റേ തവള, രണ്ട് തവളകളിൽ മറ്റേ തവള, ഹവവർ എങ്കിലും, കെപ്റ്റ് ട്രൈയിങ് എന്നാൽ ശ്രമിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ള അർത്ഥമാണ്. ആസ് ഹി കുഡ് ടു ജമ്പ് ഔട്ട് അവന് എന്താണ് കഴിയുന്ന പോലെ കഠിനമായിട്ട് എന്താണ് പുറത്തേക്ക് കടക്കാൻ ചാടിക്കൊണ്ടേയിരുന്നു, അതിന് ചാടി പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. ദ ക്രൗഡ് ഓഫ് ഫ്രോഗ്സ് കണ്ടിന്യൂ ടു യെൽ അറ്റ് ഹിം. ദ ക്രൗഡ് ഓഫ് ഫ്രോഗ്സ് ആ തവളകളുടെ കൂട്ടം കണ്ടിന്യൂഡ് എന്നാൽ തുടർന്നു, ഓഫ് യെൽ അറ്റ് ഹിം അവനു നേർക്ക് എന്താണ് ആക്രോശിക്കുന്നത്, നിനക്ക് പുറത്തേക്ക് കടക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നത് എന്താണ് ആ തവളകൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഏർജിങ് ഹിം അവനെ പ്രേരിപ്പിക്കുന്നു, ടു സ്റ്റോപ്പ് നിർത്താൻ വേണ്ടി, ഉപേക്ഷിക്കാൻ വേണ്ടി. ഹിസ് പെയിൻഫുൾ ആൻഡ് ഫ്യൂറ്റിൽ എന്നാൽ അർത്ഥം ഫലശൂന്യമായ, നിഷ്ഫലമായ ഇതൊക്കെയാണ് അർത്ഥം. പെയിൻഫുൾ എന്നാൽ പരിതാപകരമായ, ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന, വേദനാജനകമായിട്ടുള്ളതും അതുപോലെ നിഷ്ഫലമായിട്ടുള്ളതുമായിട്ടുള്ള എഫേർട്സ് കഠിനമായിട്ടുള്ള പരിശ്രമങ്ങൾ. ആൻഡ് ജസ്റ്റ് അക്സെപ്റ്റ് ഹിസ് ഫെയ്റ്റ് ഇതാണ് ആ തവളകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് അവനോട് വേദനാജനകമായിട്ടുള്ള നിഷ്ഫലമായിട്ടുള്ള കഠിന പ്രയത്നം ഉപേക്ഷിക്കാനും. ആൻഡ് ജസ്റ്റ് അക്സെപ്റ്റ് ഹിസ് ഫെയ്റ്റ് എന്നാൽ ഇവിടെ വിധി എന്നുള്ള അർത്ഥമാണ്. അക്സെപ്റ്റ് എന്നാൽ സ്വീകരിക്കുക, കൈക്കൊള്ളുക. അപ്പോൾ ഇതാണ് ആ തവളകൾ അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് അവൻ്റെ നിഷ്ഫലമായിട്ടുള്ളതും പരിതാപകരവുമായിട്ടുള്ള ആ കഠിന പരിശ്രമം ഉപേക്ഷിക്കാനും അതുപോലെ ആ ഫെയ്റ്റ് വിധി, ആ വിധിയെ അംഗീകരിക്കാനും ആ വിധി സ്വീകരിക്കാനും തവളകൾ അവനോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഇരുന്നു, അതിന് പ്രേരിപ്പിച്ചു. ഫ്യൂറ്റിൽ എന്നുള്ളത് അമേരിക്കൻ പ്രൊനൗൺസിയേഷനാണ് ഫ്യൂറ്റിൽ. ബ്രിട്ടീഷ് പ്രൊനൗൺസിയേഷൻ ഫ്യൂറ്റൈൽ എന്നാണ്. ആഫ്റ്റർ സെവറൽ അറ്റംപ്റ്റ് എന്നാൽ ശ്രമങ്ങൾ. സെവറൽ എന്നാൽ ഒരുപാട് പരിശ്രമങ്ങൾക്ക് ശേഷം, ഹി ജംപ്ഡ് അവൻ ചാടി, ഈവൻ ഹാർഡർ ആൻഡ് ഫൈനലി മെയ്ഡ് ഇറ്റ് ഔട്ട് ഓഫ് ദ പിറ്റ് അവൻ കൂടുതൽ
എന്താണ് കഠിനമായിട്ട് പരിശ്രമിച്ച് ചാടി. ആൻഡ് ഫൈനലി അവസാനം എന്താണ് മേഡ് ഇറ്റ് ഔട്ട് ഓഫ് ദ പിറ്റ്, ആ കുഴിയിൽ നിന്നും പുറത്തേക്ക് കടന്നു. വെൻ ഹി ഗോട്ട് ഔട്ട്, അവൻ പുറത്തേക്ക് വന്നപ്പോൾ. ദ അതർ ഫ്രോഗ്സ്, മറ്റുള്ള തവളകൾ. ആസ്ക്, ചോദിച്ചു. ഹിം, അവനോട്. മറ്റുള്ള തവളകൾ എന്താണ് അതർ ഫ്രോഗ്സ് ആസ്ക്ഡ് ഹിം, അവനോട് മറ്റുള്ള തവളകൾ അവനോട് ചോദിച്ചു. ഇൻ സർപ്രൈസ്, ആശ്ചര്യപ്പെട്ടുകൊണ്ട്. ഡിഡ് യു ഈവൻ ഹിയർ വാട്ട് വി വേർ സെയിങ്, ഞങ്ങൾ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് അത് നീ കേട്ടില്ലേ? മറ്റുള്ള തവളകൾ ആശ്ചര്യത്തോടെ ആ തവളയോട് ചോദിച്ചു. ദ ഫ്രോഗ് റിപ്ലൈഡ്, തവള മറുപടി പറഞ്ഞു. ദാറ്റ് ഹി വാസ് നോട്ട് ഏബിൾ ടു ഹിയർ, അവന് കേൾക്കാൻ സാധിക്കുമായിരുന്നില്ല. ഹിയർ എന്നാൽ കേൾക്കുക എന്നുള്ള അർത്ഥമാണ്. ഹി വാസ് നോട്ട് ഏബിൾ ടു ഹിയർ, അവന് കേൾക്കാൻ സാധിക്കുമായിരുന്നില്ല. ദം, അവരെ. അവർ പറയുന്നത് ക്ലിയർലി എന്നാൽ വ്യക്തമായിട്ട് അവർ പറയുന്നത് കേൾക്കാൻ അവന് സാധിക്കുമായിരുന്നില്ല. ബിക്കോസ്, കാരണം എന്താണ്? ഹീസ് ഡെഫ് എന്നാൽ ചെവി കേൾക്കാത്ത എന്നുള്ള അർത്ഥമാണ്. കാരണം അവൻ ശരിക്കും ചെവി കേൾക്കാത്തവനാണ്. അത് കാരണം എന്താണ്? അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അവന് കേൾക്കാൻ സാധിക്കുമായിരുന്നില്ല എന്ന് തവള പറഞ്ഞു. ഹി കുഡ് നോട്ട് ഹിയർ വേർഡ്സ് ഫ്രം ഡിസ്റ്റൻസ്. ഫ്രം ഡിസ്റ്റൻസ് എന്നാൽ അകലെ നിന്നും. എന്താണ്? ഹി കുഡ് നോട്ട് ഹിയർ, അവന് കേൾക്കാൻ സാധിക്കുമായിരുന്നില്ല, അതല്ലെങ്കിൽ അവൻ കേട്ടില്ല, അവന് കേൾക്കാൻ സാധിച്ചില്ല എന്നുള്ള അർത്ഥമാണ്. വേർഡ്സ് ഫ്രം ഡിസ്റ്റൻസ്, അകലെ നിന്നുമുള്ള വാക്കുകൾ അവന് കേൾക്കാൻ സാധിക്കുമായിരുന്നില്ല, അല്ലെങ്കിൽ സാധിച്ചില്ല, ഇതൊക്കെയാണ് അർത്ഥം. ഹവവർ, എങ്കിലും. സീയിങ് ദെയർ ജസ്റ്റേഴ്സ് എന്നാൽ ഇവിടെ ആംഗ്യങ്ങൾ എന്നുള്ള അർത്ഥമാണ്. അവരുടെ ആംഗ്യങ്ങൾ കണ്ടുകൊണ്ട്. സീയിങ് ദെയർ ജസ്റ്റേഴ്സ്, അവരുടെ ആംഗ്യങ്ങൾ കണ്ടുകൊണ്ട്. ഹി ഫെൽറ്റ്, അവന് തോന്നി. അത് കണ്ടപ്പോൾ, അവരുടെ ആംഗ്യങ്ങൾ കണ്ടപ്പോൾ അവന് തോന്നി എന്ത്? ദേ വേർ എൻകറേജിങ് ഹിം ടു കം ഔട്ട് ഓഫ് ദ പിറ്റ്. ദേ വേർ എൻകറേജ് എന്നാൽ ധൈര്യം നൽകുക എന്നുള്ള അർത്ഥമാണ്, പ്രോത്സാഹിപ്പിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഹി ഫെൽറ്റ്, അവന് തോന്നി. എന്താണ് തോന്നിയത്? ദേ വേർ എൻകറേജിങ് ഹിം, അവർ അവനെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. ടു കം ഔട്ട് ഓഫ് ദ പിറ്റ്, ആ കുഴിയിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ അവനെ അവർ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു എന്നാണ് അവൻ കരുതിയത്. അങ്ങനെയാണ് അവന് ആ ആംഗ്യങ്ങൾ കണ്ടപ്പോൾ തോന്നിയത്. സോ, ആയതിനാൽ, അങ്ങനെ തോന്നിയതിനാൽ. ഹി മെയ്ഡ് ഓൾ ഹിസ് ബെസ്റ്റ് എഫേർട്സ്, അവൻ കഠിനമായിട്ട് അവൻ പരിശ്രമിച്ചു. ആൻഡ് ഫൈനലി സക്സീഡഡ്, അവസാനം എന്താണ്? സക്സീഡഡ്, വിജയിച്ചു. ഈ കഥയിൽ നിന്നും പഠിക്കാനുള്ള പാഠം. ഇഫ് യു റിഫ്ലക്റ്റ് ഓൺ അവർ ലൈഫ്സ്. റിഫ്ലക്റ്റ് ഓൺ എന്നാൽ ഇവിടെ അർത്ഥം ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതലായി ചിന്തിക്കുക എന്നുള്ള അർത്ഥമാണ്. ഇഫ് യു റിഫ്ലക്റ്റ് ഓൺ അവർ ലൈഫ്സ്, നമ്മൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് നോക്കിയാൽ. ദെൻ വി വിൽ ഫൈൻഡ് ദാറ്റ്, നമ്മൾ അത് കണ്ടെത്തും. എന്താണ്? നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അത് മനസ്സിലാക്കും. ആസ് വി വർക്ക് ടുവാർഡ്സ് അവർ ഗോൾസ്. ആസ് എന്നാൽ ഇവിടെ ആ സമയത്ത് എന്നുള്ള അർത്ഥമാണ്. ആസ് വി വർക്ക് ടുവാർഡ്സ് അവർ ഗോൾസ്, നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ. വി ഓഫൺ ഹിയർ, നമ്മൾ പലപ്പോഴും കേൾക്കുന്നു. ടു ടൈപ്സ് ഓഫ് വോയിസസ്, രണ്ട് തരം ശബ്ദങ്ങൾ. ഫ്രം ദ പീപ്പിൾ, ആളുകളുടെ അടുക്കൽ നിന്നും. എറൗണ്ട് അസ്, നമുക്ക് ചുറ്റിലുമുള്ള ആളുകളുടെ അടുക്കൽ നിന്നും നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് തരം ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുന്നു. ദോസ് ദാറ്റ് എൻകറേജ് അസ് ആൻഡ് ദോസ് ദാറ്റ് ഡിസ്കറേജ് അസ്. ആ കേൾക്കുന്ന വാക്കുകൾ എന്താണ്? ദോസ് ഓൾ എൻകറേജ്, അവകളെല്ലാം ആ വാക്കുകൾ എൻകറേജ് അസ്, നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു, നമ്മൾക്ക് പ്രചോദനം നൽകുന്നു. ആൻഡ് ദോസ് ദാറ്റ് ആ വാക്കുകൾ ചില വാക്കുകൾ ഡിസ്കറേജ് അസ്, നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്നു, നമ്മളെ അധൈര്യപ്പെടുത്തുന്നു. അൺഫോർച്ചുനേറ്റ്ലി, നിർഭാഗ്യവശാൽ. ഡിസ്കറേജിങ് വേർഡ്സ് ടെൻഡ് ടു ബി മോർ കോമൺ. ഡിസ്കറേജിങ് വേർഡ്സ് അധൈര്യപ്പെടുത്തുന്ന, നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകളാണ് നിർഭാഗ്യവശാൽ കൂടുതലായിട്ട് നമ്മൾ കേൾക്കുന്നത്. അതാണ് ഉദ്യമിക്കുന്നത്.
വെൻ വി മൂവ് ടുവേർഡ്സ് അവർ ഗോൾ, നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ, ആ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ, നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ പ്രവർത്തിക്കുമ്പോൾ നിർഭാഗ്യവശാൽ അധൈര്യപ്പെടുത്തുന്ന വാക്കുകളാണ് നമ്മൾ പൊതുവായിട്ട് കൂടുതൽ കേൾക്കുന്നത്. പീപ്പിൾ മേ ക്രിട്ടിസൈസ്, ആളുകൾ ആളുകൾ മേ ക്രിട്ടിസൈസ്, ആളുകൾ വിമർശിച്ചേക്കാം. ആൻഡ് ട്രൈ ടു സ്റ്റിയർ അസ്, സ്റ്റിയർ എന്നാൽ ഇവിടെ ഗതി നിയന്ത്രിക്കുക എന്നുള്ള അർത്ഥമാണ്. ട്രൈ ടു സ്റ്റിയർ അസ്, നമ്മളുടെ ഗതി നിയന്ത്രിക്കാൻ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ എന്നുള്ള അർത്ഥമാണ്. എവേ ഫ്രം അവർ പാത്സ്, നമ്മുടെ വഴികളിൽ നിന്നും നമ്മുടെ ലക്ഷ്യം എത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുന്ന ആ സമയത്ത് ആ വഴികളിൽ നിന്നും നമ്മളെ ഗതി നിയന്ത്രിച്ചേക്കാം, നമ്മുടെ ഗതി മാറ്റിയേക്കാം. ആളുകൾ അതിന് ശ്രമിച്ചേക്കാം. അതുപോലെ ആളുകൾ പീപ്പിൾ മേ ക്രിട്ടിസൈസ്, നമ്മളെ വിമർശിക്കുകയും ചെയ്തേക്കാം. ദ ഇൻഫ്ലുവൻസ് ഓഫ് ദീസ് വേർഡ്സ് ഓൺ അവർ ആക്ഷൻസ് ആൻഡ് ബിലീഫ്സ് ഈസ് സിഗ്നിഫിക്കൻറ്റ്. ഇൻഫ്ലുവൻസ് എന്നാൽ സ്വാധീനിക്കുക, സ്വാധീനം, ഇതൊക്കെയാണ് അർത്ഥം. വേർഡ്സ് എന്നാൽ വാക്കുകൾ, ആക്ഷൻസ് എന്നാൽ പ്രവർത്തനങ്ങൾ, ബിലീഫ്സ് എന്നാൽ വിശ്വാസം, സിഗ്നിഫിക്കൻ്റ് എന്നാൽ കാര്യമായ, പ്രബലമായ, പ്രധാനമായ, ഇതൊക്കെയാണ് അർത്ഥം. ഈ പറയുന്ന വാക്കുകളുടെ സ്വാധീനം അത് നമ്മുടെ ആക്ഷൻസ്, പ്രവൃത്തികൾ, നമ്മുടെ വിശ്വാസങ്ങളെയും ഒക്കെ വളരെ നന്നായിട്ട് ബാധിക്കുന്നതാണ്. അതിന് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ വിശ്വാസങ്ങൾ, അതിനൊക്കെ ഇത് സ്വാധീനിക്കുന്നതാണ്, അതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതാണ്. ഈ പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവുമായിട്ടുള്ള ആളുകളുടെ വാക്കുകൾ, അവരുടെ വിമർശനങ്ങൾ, അവരുടെ അഭിപ്രായങ്ങൾ, ഇതൊക്കെ. ഇഫ് യു പേ അറ്റൻഷൻ ടു എൻകറേജിങ് വേർഡ്സ് ആൻഡ് മോട്ടിവേഷൻ. ഇഫ് യു പേ അറ്റൻഷൻ ടു എന്നാൽ കേൾക്കുക, ഗൗനിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. എൻകറേജിങ് വേർഡ്സ് എന്നാൽ ധൈര്യം നൽകുന്ന വാക്കുകൾ, പ്രോത്സാഹനം നൽകുന്ന വാക്കുകൾ. ആൻഡ് മോട്ടിവേഷൻ എന്നാൽ പ്രചോദനങ്ങളും അതുപോലെ നമ്മൾ എൻകറേജിങ് വേർഡ്സ് പ്രോത്സാഹനം നൽകുന്ന വാക്കുകളും പ്രചോദനം നൽകുന്ന വാക്കുകളും അത് നമ്മൾ കേട്ടാൽ, അത് ഗൗനിച്ചാൽ, അതിലേക്ക് ശ്രദ്ധ തിരിച്ചാൽ വി ക്യാൻ കണ്ടിന്യൂ ടു മൂവ് ഫോർവേഡ്, അതായത് നമുക്ക് മുമ്പോട്ടേക്ക് നീങ്ങാൻ സാധിക്കും, ആ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും. ഹവവർ എന്നാൽ ഇഫ് യു ഫോക്കസ് ഓൺ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആൻഡ് ക്രിറ്റിസിസം എന്നാൽ വിമർശനം, ഫീഡ്ബാക്ക് എന്നാൽ പ്രതികരണം. ഇഫ് യു ഫോക്കസ് ഓൺ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആൻഡ് ക്രിറ്റിസിസം, വിമർശനങ്ങൾക്കും അതുപോലെ പ്രതികരണങ്ങൾക്കും നെഗറ്റീവ് ഫീഡ്ബാക്ക്, നെഗറ്റീവായിട്ടുള്ള പ്രതികരണങ്ങൾക്കും നമ്മൾ ശ്രദ്ധ കൊടുത്താൽ വി മൈറ്റ് സ്റ്റോപ്പ് പ്രോഗ്രസിങ് ആൻഡ് ഗിവ് അപ്പ്. നമ്മൾ പുരോഗമിക്കുന്നത് നമ്മൾ നിർത്തിയേക്കും. ആൻഡ് ഗിവ് അപ്പ്, എന്നിട്ട് നമ്മൾ കീഴടങ്ങിയേക്കും, നമ്മൾ ഉപേക്ഷിച്ചേക്കും. നമ്മുടെ ലക്ഷ്യം എന്താണോ അത് നമ്മൾ ഉപേക്ഷിച്ചേക്കും. നമ്മൾ മറ്റുള്ളവരുടെ നെഗറ്റീവായിട്ടുള്ള വാക്കുകളും പ്രതികരണങ്ങളും നമ്മൾ കേട്ട് കഴിഞ്ഞാൽ, അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ. ദ ചോയ്സ് ഓഫ് വാട്ട് ടു ലിസൺ ടു ഈസ് ക്രൂഷ്യൽ എന്നാൽ നിർണായകമായ, പരിണിത ഫലമുണ്ടാക്കുന്ന, ഇതൊക്കെയാണ് അർത്ഥം. ദ ചോയ്സ് ഓഫ് വാട്ട് ടു ലിസൺ ടു ഈസ് ക്രൂഷ്യൽ, അതായത് എന്താണോ കേൾക്കേണ്ടത് എന്നുള്ള ചോയ്സ്, അത് തിരഞ്ഞെടുക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ചോയ്സ്, അത് കേൾക്കൽ വളരെ നിർണായകമായിട്ടുള്ളതാണ്. അത് തിരഞ്ഞെടുക്കുക എന്നുള്ളത്, എന്താണോ കേൾക്കേണ്ടത് എന്ന് തിരഞ്ഞെടുക്കൽ വളരെ പ്രധാനമായതാണ്. ദിസ് ഈസ് ബ്യൂട്ടിഫുള്ളി ഇല്ലുസ്ട്രേറ്റഡ് ഇൻ ദി സ്റ്റോറി. ഇല്ലുസ്ട്രേറ്റ് എന്നാൽ വ്യാഖ്യാനിക്കുക, ഉദാഹരിക്കുക, തെളിയിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഈ കഥയിൽ വളരെ മനോഹരമായിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്, ഉദാഹരിച്ചിട്ടുണ്ട്. വൺ ഫ്രോഗ്, ഒരു തവള, ഇൻഫ്ലുവൻസ്ഡ് ബൈ ഡിസ്കറേജിങ് വേർഡ്സ്, നിരുത്സാഹപ്പെടുത്തുന്ന, അധൈര്യപ്പെടുത്തുന്ന വാക്കുകൾ കൊണ്ട് ആ തവളയെ സ്വാധീനിച്ചു. ഗെയ്വ് അപ്പ് ആൻഡ് ഡിഡ് നോട്ട് സർവൈവ്. ഗെയ്വ് അപ്പ്, കീഴടങ്ങി അല്ലെങ്കിൽ
ഗെയ്വ് അപ്പ് ഉപേക്ഷിച്ചു, പരിശ്രമം ഉപേക്ഷിച്ചു. ആൻഡ് ഡിഡ് നോട്ട് സർവൈവ് അങ്ങനെ എന്താണ്, അതിജീവിച്ചില്ല, തവളയ്ക്ക് അതിജീവിക്കാൻ കഴിഞ്ഞില്ല. ദ അതർ ഫ്രോഗ് മറ്റേ തവള, ഹു വാസ് ഡെഫ് അവൻ ചെവി കേൾക്കാത്ത ആ തവള എന്താണ്, മിസ്റ്റേക്കൻലി എന്നാൽ അർത്ഥം തെറ്റായി എന്നുള്ള അർത്ഥം, തെറ്റായി തോട്ട് തെറ്റായി കരുതി. ദാറ്റ് ദ ക്രൈസ് ഫ്രം എബോ ആ മുകളിൽ നിന്നുള്ള, എബോ എന്നാൽ മുകൾ, ഫ്രം എബോ മുകളിൽ നിന്നുള്ള ആ കരച്ചിലുകൾ എന്താണ്, തെറ്റായിക്കൊണ്ട് തവള കരുതി. വേർ ചിയേഴ്സ് ഓഫ് എൻകറേജ്മെൻറ്റ് എന്താണ്, അവനെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു, പ്രോത്സാഹിപ്പിക്കുന്ന ആർപ്പുവിളികളാണ് എന്നാണ് ആ തവള തെറ്റായിക്കൊണ്ട് കരുതിയത്. ദിസ് ബിലീഫ് മോട്ടിവേറ്റഡ് ഹിം ടു കീപ് ട്രൈയിങ് അൻറ്റിൽ സക്സീഡ്. ദിസ് ബിലീഫ് ഈ വിശ്വാസം, മോട്ടിവേറ്റഡ് അവന് പ്രചോദനം നൽകി, അവനെ പ്രചോദിപ്പിച്ചു, ഹിം അവനെ, ടു കീപ് ട്രൈയിങ് എന്താണ്, പരിശ്രമിച്ചുകൊണ്ടേയിരിക്കാൻ. അൻറ്റിൽ ഹി സക്സീഡ് അൻറ്റിൽ എന്നാൽ അതുവരെ എന്നുള്ള അർത്ഥമാണ്. അൻറ്റിൽ ഹി സക്സീഡ് അവൻ വിജയിക്കുന്നതുവരെ എന്താണ്, ആ വിശ്വാസം അവനെ എന്താണ്, അവനെ പരിശ്രമിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഈ തവള തെറ്റായിക്കൊണ്ട് വിചാരിച്ചു എന്താണ്, മറ്റുള്ള തവളകൾ അവനെ പ്രോത്സാഹിപ്പിക്കുകയാണ് പുറത്തേക്ക് വരാൻ എന്ന്. എന്താണ്, അങ്ങനെ അത് തെറ്റായിക്കൊണ്ട് കരുതി തവള കഠിനമായിട്ട് പുറത്തേക്ക് വരാൻ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ അവൻ വിജയിച്ചു. അവൻ വിജയിക്കുന്നതുവരെ എന്താണ്, അവൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു, ശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു. ആ വിശ്വാസം, മറ്റുള്ള തവളകൾ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്നുള്ള വിശ്വാസമാണ് അവനെ പരിശ്രമിച്ചുകൊണ്ടേ നിർത്തിയത്. ഇറ്റ് ഡെമോൺസ്ട്രേറ്റ്സ് ദ പവർ ഓഫ് ബിലീവ്. ഡെമോൺസ്ട്രേറ്റ് എന്നാൽ പ്രകടിപ്പിക്കുക, ബോധ്യപ്പെടുത്തുക, ഇതൊക്കെയാണ് അർത്ഥം, വ്യക്തമായി കാണിക്കുക. ഇറ്റ് ഡെമോൺസ്ട്രേറ്റ്സ് ഈ കഥ എന്താണ്, ഡെമോൺസ്ട്രേറ്റ് നമ്മളെ കാണിച്ചു തരുന്നു, നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. ദ പവർ ഓഫ് ബിലീഫ് വിശ്വാസത്തിൻ്റെ ശക്തിയെ ഈ കഥ നമുക്ക് കാണിച്ചു തരുന്നു, അതിൻ്റെ ശക്തിയെ നമുക്ക് പ്രകടിപ്പിച്ചു തരുന്നു. അവർ ബിലീഫ്സ് ക്യാൻ ഷേപ്പ് അവർ റിയാലിറ്റി നമ്മുടെ വിശ്വാസങ്ങൾക്ക് സാധിക്കും, ഷേപ്പ് അവർ റിയാലിറ്റി നമ്മുടെ യാഥാർത്ഥ്യങ്ങൾക്ക് എന്താണ്, നമ്മുടെ വിശ്വാസങ്ങൾക്ക് രൂപം നൽകാൻ സാധിക്കും, അതിനെ രൂപപ്പെടുത്താൻ സാധിക്കും. ഇഫ് വി ബിലീവ് വി ആർ കേപ്പബിൾ നമ്മൾ കഴിവുള്ളവരാണെന്ന് നമ്മൾ വിശ്വസിച്ചാൽ, കേപ്പബിൾ എന്നാൽ കഴിവുള്ള. വി ആക്ട് വിത്ത് കോൺഫിഡൻസ് ആൻഡ് ക്യാൻ ഓവർകം ചലഞ്ചസ് നമ്മൾ കഴിവുള്ളവരാണെന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ട്, വി ആക്ട് വിത്ത് കോൺഫിഡൻസ് നമ്മൾ എന്താണ്, ആത്മവിശ്വാസത്തോടെ നമ്മൾ പ്രവർത്തിക്കുന്നു. ആൻഡ് ക്യാൻ ഓവർകം ചലഞ്ചസ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും. ഓവർകം എന്നാൽ തരണം ചെയ്യുക, ചലഞ്ചസ് എന്നാൽ വെല്ലുവിളികൾ, നമുക്ക് വെല്ലുവിളികളെ തരണം ചെയ്യാൻ സാധിക്കും. ഓൺ ദി അതർ ഹാൻഡ് നേരെ മറിച്ച്, ഇഫ് യു ഡൗട്ട് അവർ എബിലിറ്റീസ് നമ്മുടെ കഴിവുകളിൽ നമ്മൾ സംശയിച്ചാൽ, വി മൈറ്റ് ഫെയിൽ നമ്മൾ പരാജയപ്പെട്ടേക്കും. ഈവൻ ഇഫ് യു ആർ കേപ്പബിൾ നമ്മൾ കഴിവുള്ളവരാണെങ്കിൽ പോലും എന്താണ്, നമ്മൾ നമ്മുടെ കഴിവുകളെ സംശയിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ പരാജയപ്പെട്ടേക്കും. ദെർഫോർ ആയതിനാൽ, അതുകൊണ്ട്, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഫോക്കസ് ഓൺ അവർ ഗോൾസ് ആയതിനാൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളത്. ബിലീവ് ഇൻ അവർ ക്യാപ്പബിലിറ്റീസ് നമ്മുടെ കഴിവുകളിൽ വിശ്വസിക്കുക. ആൻഡ് ഇഗ്നോർ അവഗണിക്കുക ദ നെഗറ്റിവിറ്റി ദാറ്റ് ക്യാൻ ഡിറ്റർ എന്നാൽ പിന്തിരിപ്പിക്കുക, ധൈര്യം കെടുത്തുക, ഇതൊക്കെയാണ് അർത്ഥം. നമ്മൾ നമ്മുടെ കഴിവുകളിൽ വിശ്വസിക്കുക, നമ്മൾ അവഗണിക്കുക എന്ത്, നെഗറ്റീവായിട്ടുള്ള സംസാരങ്ങളെ നമ്മൾ അവഗണിക്കുക. എന്താണ്, അതിന് ആ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക്, വാക്കുകൾക്ക് എന്താണ്, നമ്മളെ പിന്തിരിപ്പിക്കാൻ സാധിക്കും. ഡിറ്റർ എന്നാൽ പിന്തിരിപ്പിക്കുക, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് എന്താണ്, നമ്മളെ പിന്തിരിപ്പിക്കാൻ സാധിക്കും. ദിസ് അപ്രോച്ച് ഹെൽപ്പ് us ഫൈൻഡ് ദ സ്ട്രെങ്ത് ടു പുഷ് ത്രൂ ചലഞ്ചസ് ഈ സമീപനത്തിന് നമ്മളെ സഹായിക്കാൻ സാധിക്കും, കണ്ടെത്താൻ, നമ്മുടെ ഫൈൻഡ് ദ സ്ട്രെങ്ത് ശക്തിയെ കണ്ടെത്താൻ സാധിക്കും. ടു പുഷ് ത്രൂ ചലഞ്ചസ് വെല്ലുവിളികളെ മാറ്റി നിർത്തിക്കൊണ്ട്, അതിലൂടെ തള്ളി നീക്കിക്കൊണ്ട്, വെല്ലുവിളികളെ തരണം ചെയ്തുകൊണ്ട് നമ്മുടെ ശക്തിയെ, കഴിവിനെ കണ്ടെത്താൻ സാധിക്കും ഈ സമീപനത്തിലൂടെ.
and achieve what might seem impossible to others. And achieve നേടാനും സാധിക്കും what might seem impossible to others. മറ്റുള്ളവർക്ക് അസാധ്യമാണ്, നമുക്ക് സാധിക്കുകയില്ല എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നത് കരസ്ഥമാക്കാനും നമുക്ക് സാധിക്കും.